ബിഗ് ബോസ് മലയാളം സീസൺ 7 എൻ്റെ പൊന്നു എന്തൊരു സ്നേഹമാണോ ഈ വീട്ടുകാർക്ക് നമ്മുടെ അനുവിനോടും അനീഷിനോടൊക്കെ. ഏറ്റവും കൂടുതൽ അനുവിൻ്റെ അടുത്താണ് കേട്ടോ. അതുവഴി അനീഷിനോടും കുറയുന്നൊന്നുമില്ലേ. എങ്ങനെയെങ്കിലും ഇവർക്ക് വോട്ടൊക്കെ പിടിച്ചു കൊടുത്തിട്ട് ഇവരെ നമ്മുടെ ആ കപ്പൊക്കെ ഒന്ന് മേടിച്ച് കൊടുപ്പിക്കാനുള്ള ആ ഒരു PR വർക്കൊക്കെ നമ്മുടെ വീടിനകത്ത് മറ്റു മത്സരാർത്ഥികൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇനി എന്തു പറയാനാടോ, ഇവിടെ വന്നിരിക്കുന്ന ഒരൊറ്റ എണ്ണത്തിന് അറിയത്തില്ലാന്ന് തോന്നുന്നു. ബിഗ് ബോസ് എന്തെന്ന് അറിഞ്ഞൂടാ, ഗെയിം എന്തെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയാ, ഇങ്ങനെ എന്നാ പറയാ, അങ്ങനെ തന്നെ. ഇവിടെ സാബുമോനൊക്കെ പറയുന്നുണ്ട് അനീഷ് ലവ് കോംബോ പിടിക്കുന്ന എന്നൊക്കെ. അനീഷ് പറഞ്ഞിട്ടുണ്ട് അനുവിൻ്റെ അടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ട്, എന്നാൽ അത് അങ്ങനെ ഒരു ലവ് എന്ന് പറയാൻ പറ്റുന്ന രീതിക്കൊന്നും അല്ലെന്ന് അനീഷ് എന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അനുവിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിലോ അല്ല മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരൊറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ അനീഷ് ആശ്വാസമായിട്ട് പോവാറുണ്ട്. അത് നമ്മൾ കണ്ടതുമാണ്. ഇവിടെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അനുവിനറിയാം അനീഷിന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് പുറത്തുണ്ടെന്ന്, അതുപോലെ അനീഷിനും അറിയാം അനുവിന് നല്ല സപ്പോർട്ട് പുറത്തുണ്ട് എന്ന്. അതുകൊണ്ട് രണ്ടുപേരും ഒരു എന്താ പറയാ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ ബാക്കിയുള്ളവർ ഇവരിങ്ങനെ ചൊറിഞ്ഞോണ്ട് നടക്കുവാണ് എല്ലാവരും. പക്ഷേ നെവിൻ എന്തോ കുറച്ചൊരു പൊടിക്കൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അനു അവിടെ ആ ബെഡിൽ പുതപ്പ് മൂടിയിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട്. അനീഷ് തൊട്ടപ്പുറത്തെ ബെഡിൽ ഒരു ഭാവവും മാറ്റവും ഇല്ലാത്ത രീതിയിൽ അങ്ങ് ഇരിപ്പുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുവാണ് മറ്റുള്ളവര്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷും അനുമോളും ചുമ്മാതെ അങ്ങ് ഇരുന്നാൽ മതി, അവർക്കുള്ള വോട്ട് മറ്റുള്ളവർ അങ്ങ് നേടി കൊടുത്തോളും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെ.